രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകാൻ ഒത്താശ ചെയ്തത് കോൺഗ്രസ് നേതാക്കളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേതാക്കൾ അറിയാതെ രാഹുലിന് മാറി നിൽക്കാനാവില്ല. പോലീസിന് ഇതുവരെ രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കലാണ് കേരളത്തിന് കീഴ്വഴക്കമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ഇപ്പറയുന്നയാള് ഇവിടുന്ന് ഒളിവിൽ പോകുന്നതിനാവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണല്ലോ. ആ സഹപ്രവർത്തകരെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണല്ലോ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാവലയം കോൺഗ്രസ് തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയതെന്നല്ലേ? അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം? കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്തതാരാണ്? നടരാജാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നടരാജ, ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പോലീസിന്റെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്? കാരണം ഇത്രയും ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ബലാത്സംഗ കുറ്റവാളിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കർണാടകയിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയും സഹായവും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു എന്നും അദ്ദേഹം പറയുകയാണ്. അതായത് ഈ സഹായം ചെയ്ത കോൺഗ്രസ് നേതാക്കളെ അറിയുമെങ്കിൽ അവരെ സമീപിച്ചാൽ അല്ലെങ്കിൽ അവരെ ട്രാക്ക് ചെയ്താൽ പിടിക്കാവുന്നതല്ലേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെ. എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിക്കുന്നത്? ഉപചോദ്യങ്ങളൊന്നും ഉണ്ടായില്ലേ ഈ ഉത്തരത്തിൽ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് മനഃപൂർവ്വമല്ല പോലീസ് വൈകിക്കുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന് പിടികിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശ കിട്ടിയെന്ന് പറയുമ്പോഴും അത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളാണോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയേണ്ടത് താനല്ല എന്നാണ് പറയുന്നത്. ഈ വിഷയം കർണാടകത്തിലേക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നത്, കേരളത്തിലെ നേതാക്കൾക്ക് എന്തിനാണ് ജാമ്യം നൽകുന്നത് എന്ന തരത്തിലുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ ഒരു MLA പ്രതിയായിട്ടും ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് 10 ദിവസം പിന്നിട്ടിട്ടും പോലീസിന്റെ കസ്റ്റഡിയിൽ അദ്ദേഹം ആയിട്ടില്ല എന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇക്കാര്യത്തിൽ കൂടുതൽ പറയാനില്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ സംരക്ഷണ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹം ഏതാണ്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് കർണാടകത്തിലെ കോൺഗ്രസ് സംരക്ഷണമാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇവിടുത്തെ നേതാക്കളെ വിട്ടുകൊണ്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്ന ചോദ്യം എന്തായാലും അത് ചോദിക്കുന്നത്. ഈ വിഷയത്തിലുള്ള ഉപചോദ്യങ്ങൾക്കും അദ്ദേഹം ഈ ഉത്തരം തന്നെയാണ് നൽകിയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പിടിതരാതെ മുങ്ങി നടക്കുകയാണ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പോലും MLA അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം തുറന്നു പറയുന്ന സ്ഥിതി ഉണ്ടാവുന്നുണ്ട്.